സിനിമാ മേഖലയിലെ 3 ബൗൺസേഴ്സിനെ MDMA-യുമായി പിടികൂടി. തൃശൂരിലെ ഷെറിൻ തോമസ്, വിവിൻ വിൽസൺ, ആലുവയിലെ വിനാസ് എന്നിവരെയാണ് ഇപ്പോൾ എക്സൈസ് പിടികൂടിയത്. പരിശോധന കർശനമായതോടെ നടീനടന്മാരുടെ സുരക്ഷാ ജീവനക്കാർക്ക് ലഹരി വസ്തുക്കൾ സൂക്ഷിക്കാൻ കൈമാറുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു. 24 എക്സ്ക്ലൂസീവ് ബൗൺസേഴ്സിനെ മനസ്സിലായോ? കുറച്ച് ജിമ്മന്മാരെ കണ്ടിട്ടില്ലേ മോഹൻലാലിനെയും മമ്മൂട്ടിയോട് നടക്കുന്നത്? അവരാണ് ഈ തൽപര കക്ഷികൾ. ശ്യാം കുമാർ നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഗുഡ് മോർണിംഗ്. പറയും. SKN സിനിമാ മേഖലയിലേക്ക് എക്സൈസിന്റെയും പോലീസിന്റെയും ഒക്കെ പരിശോധന, ലഹരിക്കെതിരായ പരിശോധന കർശനമാക്കിയതോടെയാണ് SKN ഇപ്പോൾ പുതിയ മാർഗങ്ങൾ ഈ മേഖലയിലുള്ളവർ തേടുന്നത്. ഇവരുടെ സുരക്ഷാ ജീവനക്കാരായി കൂടെ നടക്കുന്ന ഈ ബൗൺസേഴ്സിന്റെ കൈവശം ലഹരി വസ്തുക്കൾ സൂക്ഷിക്കാൻ കൊടുക്കുകയും അത് ആവശ്യാനുസരണം ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഈ മേഖലയിൽ പുതിയ രീതിയെന്ന് എക്സൈസും പോലീസും കണ്ടെത്തിയിരുന്നു. ഇന്നലെ അങ്ങനെ ലഭിച്ച ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആലുവ മുട്ടത്തിന് സമീപത്തുള്ള ഒരു ഫ്ളാറ്റിൽ എക്സൈസ് പരിശോധനയ്ക്ക് എത്തുന്നത്. അതിലെ 7ാം നിലയിലെ ഫ്ളാറ്റിൽ നിന്നാണ് തൃശൂർ സ്വദേശികളായ ഷെറിൻ തോമസ്, വിപിൻ വിൽസൺ എന്നിവരെ MDMA-യുമായി പിടികൂടുന്നത്. മൂന്നാമത്തെയാൾ ആലുവ സ്വദേശിയാണ്. ഇയാളുടെ പേര് വിനാസ് പരീദ് എന്നാണ്. ഇയാളെ കാറിനുള്ളിൽ ഈ MDMA-യുമായി പിടികൂടുകയായിരുന്നു. ഏതായാലും ഇത് 2 കേസുകളായിട്ടാണ് എക്സൈസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആർക്ക് ഉപയോഗിക്കാൻ ഉള്ള ലഹരി വസ്തുക്കളായിരുന്നു ഇത് എന്നുള്ളത് ഇവരോട് ഇന്ന് ചോദ്യം ചെയ്യും. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.